തുടരുക. മറ്റൊരു വാർത്തയിലേക്ക് കൂടി ഡാനിയുടെ വിശദാംശങ്ങൾ തേടണം. അത് ആലുവയിൽ യുവതിയുടെ പക്കൽ നിന്ന് 50 ലക്ഷം രൂപയുടെ MDMA പിടികൂടിയ സംഭവത്തിൽ കൂടുതൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി. കഴിഞ്ഞ ദിവസം കപ്പലണ്ടിമുക്ക് സ്വദേശി സഫീർ അറസ്റ്റിലായിരുന്നു. സഫീറിന് വേണ്ടിയാണ് യുവതി ലഹരിമരുന്ന് എത്തിച്ചത്. ഡൽഹിയിൽ നിന്നും ട്രെയിനിലെത്തിയ ബംഗളൂരു സ്വദേശിനി സെമിലക്തർ ആണ് ലഹരിമരുന്നുമായി ആലുവയിൽ പിടിയിലായത്. ഡാനി, ഈ സെമിലക്തർ അത് വലിയൊരു കണ്ണിയാണ് ഈ മയക്കുമരുന്ന് ശൃംഖലയിൽ എന്നുള്ള വിവരമാണ്. നേരത്തെ ഈ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള ആളാണെന്നുള്ള വിവരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ചെറിയ മീനല്ല പിടിയിലായത്. അപ്പോൾ എങ്ങനെയാ വിപുലമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടക്കുന്നില്ലേ? അന്വേഷണം കാര്യക്ഷമമായി പുരോഗമിക്കുകയാണ്. കാരണം ഈ സർമിൻ അക്തർ ബംഗളൂരു സ്വദേശിയാണ്. അവർ ഡൽഹിയിൽ നിന്നും ഇങ്ങോട്ട് ഈ ലഹരി മരുന്ന് എത്തിക്കുന്നു എന്നത് സംബന്ധിച്ച് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നുമായിട്ട് അവർ പലയിടങ്ങളിലേക്ക് ലഹരി മരുന്ന് കൊണ്ടുപോകുന്നുണ്ട് എന്ന വിവരങ്ങൾ NCBക്ക് ലഭിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 2 തവണയാണ് ഇവരെ ചോദ്യം ചെയ്തിട്ടുള്ളത്. പലയിടങ്ങളിൽ നിന്നായിട്ട് അവരെ പിടികൂടുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ ലഹരി മരുന്നുമായിട്ട് അവരെ പിടികൂടുന്നതിന് സാധിച്ചില്ല. അതുകൊണ്ട് കൃത്യമായൊരു ട്രാക്കിംഗ് ഇവരെ സംബന്ധിച്ചിടത്തോളം NCBക്ക് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. ആ വിവരമാണ് പിന്നീട് റൂറൽ SPക്ക് കൈമാറുന്നത്. വൈഭവ് സക്സേനയുടെ നിർദ്ദേശപ്രകാരമാണ് പിന്നീട് അറസ്റ്റ് സംഭവിക്കുന്നത്. ഇത് വാട്ടർ ഹീറ്ററിന് അകത്ത് ഒളിപ്പിച്ച നിലയിലായിരുന്നു. ഏതാണ്ട് 60 ലക്ഷത്തോളം രൂപ വരുന്ന MDMA ആണ് ഇവരിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തത്. ഇവർ ഡൽഹിയിൽ നിന്ന് എറണാകുളത്തേക്ക് സഞ്ചരിക്കുകയായിരുന്നു. ആദ്യം എറണാകുളം നോർത്തിൽ ഇറങ്ങാനായിരുന്നു തീരുമാനിച്ചത്. സ്റ്റേഷനിൽ അവിടെയായിരുന്നു ഈ സഫീറെ കാത്തിരുന്നത്. കപ്പലണ്ടിമുക്ക് സ്വദേശിയാണ് ഇയാൾ കാത്തിരുന്നത്. അവിടെയായിരുന്നു മയക്കുമരുന്ന് ഏറ്റുവാങ്ങുന്നതിന്. പക്ഷേ അവരൊരു പ്ലാൻ മാറ്റി പിന്നീട് ആലുവയിലേക്ക് പോവുകയായിരുന്നു. വളരെ കൃത്യമായിട്ട് ഇവരെ പിടികൂടുന്നതിനടക്കം സാധിച്ചു. കൊച്ചി കേന്ദ്രീകരിച്ച് നടക്കുന്ന MDMA ഇടപാടുകൾ നടത്തുന്നതിൽ മുഖ്യ കണ്ണി എന്ന രീതിയിൽ തന്നെയാണ് NCBയും പോലീസും എല്ലാം തന്നെ സംശയിക്കുന്നു. കാരണം ഇത്രയധികം ക്വാണ്ടിറ്റി ഒരാളിലേക്ക് കൈമാറുകയും അത് മറ്റു പലരിലേക്കും എത്തിക്കുന്ന കൃത്യമായൊരു റാക്കറ്റിൻ്റെ ഭാഗം തന്നെയാണ്. ഒരു സുശക്തമായൊരു ചെയിൻ ഇവർക്ക് ഇവിടെയുണ്ട്, നഗരത്തിനകത്തുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. കൂടുതൽ അറസ്റ്റുകൾ ഇക്കാര്യത്തിൽ വൈകാതെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. കാരണം ചില്ലറ വിൽപ്പന ആയി ഇവർ അതിനെ മാറ്റുന്നു. അവർ അത്തരം രീതിയിൽ പണം സമാഹരിക്കുന്നു. അത് ഈ വാട്സപ്പ് വഴി അടക്കം ഈ കാര്യങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ശൃംഖല കൊച്ചി നഗരത്തിൽ തന്നെ ഇവർക്കുണ്ട് എന്ന വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരക്കാരെ കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തും. വൈകാതെ കൂടുതൽ അറസ്റ്റുകൾ ഇക്കാര്യത്തിൽ ഉണ്ടാകും. എൽദോ. ശരി, ഡാനിപ്പോളാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൊച്ചിയിൽ നിന്ന് അന്വേഷണം അത് വിപുലമാക്കുന്നുണ്ട്. കൂടുതൽ പേർ ഈ കണ്ണികളിൽ പെടുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെ അന്വേഷണം വ്യാപകമാക്കുന്നു.